ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇഡിയും തമ്മിൽ തുടങ്ങിയ ഏറ്റുമുട്ടൽ ഇന്ന് സുപ്രീം കോടതി വരെ എത്തി നിൽക്കുകയാണ്. ഇന്നലെ പാർലമെന്റ് അംഗങ്ങളെ വരെ തെരുവിലൂടെ വലിച്ചിഴയ്ക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. മമതയെ എന്തിനാണ് BJP ഇങ്ങനെ ആക്രമിക്കുന്നത്? മമതയുടെ രാഷ്ട്രീയ ചാണക്യ കേന്ദ്രമായ ഐപാക്കിൽ ഇഡി ഇന്നലെ നടത്തിയ റെയ്ഡിന്റെ രാഷ്ട്രീയം എന്താണ്? പരിശോധിക്കാം വിശദമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളിലുണ്ടായ വിവാദങ്ങളുടെ എല്ലാം കേന്ദ്രം ഐപാക്ക് എന്ന സ്ഥാപനമാണ്, അഥവാ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി. പേരിൽ ഒരു IT സ്ഥാപനമാണെങ്കിലും ഇവരുടെ വ്യവസായം രാഷ്ട്രീയമാണ്. പ്രശാന്ത് കിഷോർ എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കെട്ടിപ്പടുത്തിയ ഈ കമ്പനിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിജയങ്ങളുടെ സൂത്രധാരൻ. ബംഗാളിലെ 294 മണ്ഡലങ്ങളിലും കൃത്യമായ വേരുകളുള്ള ഒരു സംവിധാനമാണിത്. ഈ ഓഫീസിലേക്ക് കൽക്കരി കുംഭകോണം ആരോപിച്ച് ഇഡി എത്തിയത് അവിടെയുള്ള പെൻഡ്രൈവുകളും ഫയലുകളും പിടിച്ചെടുക്കാനായിരുന്നു. ഈ നീക്കത്തെയാണ് മമത നേരിട്ടിറങ്ങി പ്രതിരോധിച്ചത്. ഒരു സ്വകാര്യ കമ്പനിയിൽ ഇഡി റെയ്ഡ് നടത്തിയതിന് ഒരു മുഖ്യമന്ത്രി ഇറങ്ങി തടയുക കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അതിനൊരു കാരണമുണ്ട്. ഐപാക്ക് എന്ന സ്വകാര്യ കമ്പനി ശേഖരിച്ച രാഷ്ട്രീയ ഡാറ്റ കേന്ദ്ര ഏജൻസികളുടെ കൈകളിലെത്തുക എന്നാൽ തൃണമൂലിന്റെ എല്ലാ രഹസ്യതന്ത്രങ്ങളും എതിരാളിയായ BJPക്ക് മുന്നിൽ തുറന്നു വയ്ക്കുക എന്നതാണ് അർത്ഥം. ബംഗാളിനെ തകർക്കാൻ കേന്ദ്ര ഭരണകൂടം പല അടവുകളും പയറ്റുകയാണ്. അതിൽ അവസാനത്തേതാണ് ഇന്നലെ നടന്ന റെയ്ഡ്. BJP നടപ്പാക്കിയ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ 1 കോടി വോട്ടർമാരെയാണ് പട്ടികയിൽ നിന്നും അവർ പുറത്താക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം തടയാൻ എന്ന പേരിലാണ് ഈ നീക്കം. എന്നാൽ ഇതിലെ രാഷ്ട്രീയം മറ്റൊന്നാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂലും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 60 ലക്ഷമായിരുന്നു. ആ സ്ഥാനത്താണ് 1 കോടി വോട്ടർമാരെ ഒറ്റയടിക്ക് നീക്കാനുള്ള ഈ നീക്കവും. ഇത് മമതയുടെ വോട്ട് ബാങ്കിനെ തകർക്കാനാണെന്ന കാര്യം തർക്കരഹിതമായ ഒന്നാണ്. ഇതിലൊന്നും തീരുന്നില്ല കേട്ടോ ബംഗാളിനെ പിടിക്കാനുള്ള BJPയുടെ കുടില തന്ത്രങ്ങൾ. ബാങ്കിം ചന്ദ്ര ചാറ്റർജിയും വന്ദേ മാതരത്തെയും BJP ചർച്ചകളിലേക്ക് കൊണ്ടുവന്നതും ഇതിന്റെ ഭാഗമായി മാത്രമാണ്. 2016 നോട്ട് നിരോധനം മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. കൃത്യമായ പ്ലാനിങ്ങിലൂടെയുള്ള സംഘപരിവാറിന്റെ രാഷ്ട്രീയ മാനിപ്പുലേഷൻ. കേന്ദ്ര ഏജൻസികളെ വെച്ച് എതിരാളികളെ വേട്ടയാടുകയും വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്തുകയും സാംസ്കാരികമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ചെയ്ത് ഏതു വിധേനയും അധികാരം പിടിക്കുക എന്ന കുടില തന്ത്രം. അത് തന്നെയാണ് വരാനിരിക്കുന്ന ബംഗാൾ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് BJP മമതയെ ആക്രമിക്കുന്നതിന് പിന്നിലുള്ള കാരണവും.